എടാ നീ ഇറങ്ങണം, നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. പ്രണയിനിയെ സ്വന്തമാക്കാൻ വാഹനാപകടം ഉണ്ടാക്കി രക്ഷകനായി എത്തിയ യുവാവിനും സുഹൃത്തിനുമെതിരെ കൊലപാതക ശ്രമത്തിന് കേസ്. എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന യുവതി, അവരെ പിന്നാലെ എത്തുന്ന ഒരു വാഹനം റോഡിലേക്ക് തട്ടിയിട്ടിട്ട് നിർത്താതെ പോകുന്നു. 2025 ഏറ്റവും വലിയ മണ്ടന്മാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ അജാസിന്റെ സുഹൃത്ത് രഞ്ജിത്തുമാണെന്ന് പറയേണ്ടി വരുമെന്ന്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പക്ഷെ ട്വിസ്റ്റ് മനസ്സിലായത് ഇതൊരു അപകടമല്ല, മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണ്. രഞ്ജിത്തിന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റണം, അനുകമ്പ പിടിച്ചു പറ്റണം, നല്ല ചെറുപ്പക്കാരനാണെന്ന് പറയണം. അപ്പോൾ ഒരു അപകടമുണ്ടാക്കി അതിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ രക്ഷകനായി അവിടെ അവതരിച്ച് നല്ലൊരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ ഒരു കഥയുണ്ടാക്കാം, അങ്ങനെ ആ പെൺകുട്ടിയെ സ്വന്തമാക്കാം എന്ന വലിയൊരു സിനിമാ കഥയിലൊക്കെ കേട്ടിട്ടുള്ള പോലെയുള്ള ഒരു ഐഡിയ, തലതിരിഞ്ഞ ഐഡിയ ആണ് ഉണ്ടായത് രഞ്ജിത്ത്. കുഴപ്പമില്ല, പക്ഷേ എന്ത് പക്ഷേ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? പെറ്റ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്താണ്, ചങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു. അപ്പൊ ആരും ഇല്ല, ഒരു പക്ഷിക്കുഞ്ഞു പോലും ആ ഏരിയയിലില്ല. അപ്പൊ നീ വളരെ കാഷ്വൽ ആയിട്ട് അവളുടെ പുറകെ വളരെ ഇന്നസെന്റ് ആയിട്ട് ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ഇല്ലെന്ന് കാണുമ്പോ ടക്ക് നീ മാല മുടിച്ചോണ്ട് അങ്ങ് ഓടുന്നു. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട്. അതുകൊണ്ടാ